നമസ്കാരം. ഈസി ജിമ്മിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഒരു സ്റ്റാഫിനെ, നിങ്ങളുടെ ജിമ്മിലെ ഒരു സ്റ്റാഫിനെ എങ്ങനെയാണ് സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ ടോപ്പ് റൈറ്റിൽ ഇത് കണ്ടോ, എൻ്റെ മൗസിൻ്റെ മൂവ്മെൻറ്റ് കാണാം. അവിടെ നിങ്ങൾക്കൊരു ഐക്കൺ കാണാം. നിങ്ങളുടെ ജിമ്മിൻ്റെ ലോഗോ തന്നെയാണത്. ലോഗോ ഇല്ലാത്തവർക്ക് ഒരു ഇമേജ് ഇല്ലാത്തൊരു ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാഫിനെ ആഡ് ചെയ്യുക. ഇവിടെ ഒന്നുകൂടി കാണിക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ആഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ പേജിലേക്ക് എത്തും. ഈ പേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റാഫിൻ്റെ പേര്, നിങ്ങൾ ജിം ഓണർ ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫ് അദ്ദേഹത്തിൻ്റെ പേര്. ഇപ്പോൾ ഞാനിവിടെ ഉദാഹരണം പറഞ്ഞാൽ പ്രസാദ് എന്ന് പറഞ്ഞൊരു സ്റ്റാഫാണ്. അയാളുടെ പ്രസാദിൻ്റെ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് 1800 ആണെന്ന് ജസ്റ്റ് വെറുതെ വിചാരിക്കും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ റോള്, ഒരിക്കലും നിങ്ങൾ അഡ്മിൻ എന്നുള്ള റോള് കൊടുക്കാതിരിക്കുക. നിങ്ങളാണ് ജിം ഓണർ എങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിനെ എപ്പോഴും നിങ്ങൾ ഐദർ മാനേജറായിട്ടോ ഇൻസ്ട്രക്ടറോ ആയിട്ടോ എന്ന് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. പരമാവധി അഡ്മിൻ ആക്കാതെ നോക്കുക, ഇൻസ്ട്രക്ടർ ആക്കുക, ഓക്കെ കൊടുക്കുക. അദ്ദേഹത്തിനൊരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ പ്രസാദിനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന പാസ്വേഡ് എന്ന് പറഞ്ഞാൽ 1234 FGHTYA. നിങ്ങൾക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് പാസ്വേഡൊന്നും കൊടുക്കണമെന്നില്ല. ഇവിടെ ഓക്കെ കൊടുക്കുക, സേവ് കൊടുക്കുക. യെസ്, നിങ്ങൾ പാസ്വേഡ് നിങ്ങളുടെ സ്റ്റാഫിന് നിങ്ങൾ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ പോയിട്ട് സ്റ്റാഫ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രസാദ് എന്ന് പറഞ്ഞ ആളെ ആഡ് ചെയ്തതായിട്ട് കാണാം. ഇൻ കേസ് നിങ്ങൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് എന്തെങ്കിലും തെറ്റിപ്പോവുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.